രാവണീശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പുതുതായി നിർമ്മിച്ച തറവാട്ടിൽ പ്രതിഷ്ഠ കലശ മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവണീശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പുതുതായി നിർമ്മിച്ച തറവാട്ടിൽ പ്രതിഷ്ഠ കലശ മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിലായാണ് നടക്കുന്നത്. അരവത്ത് പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഫെബ്രുവരി 4 വൈകിട്ട് 5 മണിക്ക് പുതിയ തറവാട് ഭവനം കുറ്റിപൂജ നടക്കും. ഫെബ്രുവരി 5 രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കൽ, വൈകിട്ട് 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. തന്ത്രീശ്വരന്മാരെ ആലിൻകീഴിൽ നിന്നും തറവാട്ടിലേക്ക് പൂർണ്ണ കുംഭത്തോടുകൂടി സ്വീകരിക്കും. ഫെബ്രുവരി 6 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, ഭഗവതി സേവ, വൈകിട്ട് 6 മണിക്ക് വിവിധ താന്ത്രിക കർമ്മങ്ങൾ. ഫെബ്രുവരി 7 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദ പ്രതിഷ്ഠ. തുടർന്ന് തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമം. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയുള്ള മുഹൂർത്തത്തിൽ നാരന്തട്ട ചാമുണ്ഡിയമ്മയുടെ പ്രതിഷ്ഠ. തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങളും അന്നദാനവും നടക്കും. ഫെബ്രുവരി 4 വൈകുന്നേരം കുറ്റിപ്പൂജ, 5 രാവിലെ കലവറ നടക്കൽ, 5 വൈകുന്നേരം ക്ഷേത്രം തന്ത്രിയെ തറവാട് തന്ത്രിയെ വരവേൽക്ക്. പിന്നെ 6-ാം തീയതി അതിൽ കുറച്ച് കലശത്തിൻ്റെ കുറേ പിന്നെ അതിനനുസരിച്ചുള്ള കുറച്ച് ചടങ്ങുകളുണ്ട്. 7-നാണ് പ്രതിഷ്ഠ. 7-ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയിലെ സമയത്താണ് പ്രതിഷ്ഠ. അത് കഴിഞ്ഞാൽ തെയ്യം കിട്ടിയാണിക്കാനുണ്ട്. പക്ഷേ ആ തെയ്യക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഫെബ്രുവരി 11, 12 ദിവസത്തിലാണ് തെയ്യം. ഫെബ്രുവരി 11 വൈകുന്നേരം 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ് നടക്കും. രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ടിയുടെ തിടങ്ങൽ, 9 മണിക്ക് പൊട്ടൻ തെയ്യം കൂടൽ. തുടർന്ന് നാരന്തട്ട മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ പരിപാടികൾ എന്നിവ അരങ്ങേറും. ഫെബ്രുവരി 12 പുലർച്ചെ 1 മണിക്ക് പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാട്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ തറവാട് പ്രസിഡന്റ് എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ, സെക്രട്ടറി എൻ ജയനാരായണൻ നമ്പ്യാർ, ട്രഷറർ എൻ അശോകൻ നമ്പ്യാർ, രക്ഷാധികാരി എൻ രാഘവൻ നമ്പ്യാർ, വൈസ് പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ, ബിൽഡിംഗ് കോർഡിനേറ്റർ എൻ പവിത്രൻ നമ്പ്യാർ, വേണുഗോപാലൻ നമ്പ്യാർ, പൊന്നം കയ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.